വ്യത്യസ്തമായ നെഞ്ചിലേറ്റിയ നമ്മുടെ കളക്ടറുടെ അനൗൺസ് ചെയ്തപ്പോൾ ഒരുപാട് ബിസിനസ് മാഗ്നറ്റ്സ് മുൻനിർത്ത് ഈ പ്രോഗ്രാമാണ്. സോ എല്ലാവരും നമ്മുടെ ട്രോമ കെയർ മെമ്പേഴ്സും അതുപോലെ നമ്മുടെ കാരാണ് സുലൈമാൻ വാഹന പ്രചരണ ജാഥയുടെ ഒരു സമാപനത്തിലാണ് നമ്മൾ ഇവിടെ കളക്ടർ ആരാധനയുടെ ക്വസ്റ്റിനെ നമ്മുടെ മുന്നിലുണ്ടായിരുന്നത്. ഇതേ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ച ആളെ ആശയം എന്ന് പറയുന്നത് നമ്മൾ ഡീപ്പായിട്ടിലേക്ക് ഇറങ്ങുമ്പോഴാണ് നമുക്ക് അതിന്റെ സത്യാവസ്ഥ മനസ്സിലാകുന്നത്. ഏകദേശം സ്റ്റഡീസിൽ പറയുന്ന ശേഷം ഒരു 40 വയസ്സിന് മുകളിലുള്ള ആളുകളൊക്കെ ഒരുവിധം ആളുകൾ കാണുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു വലിയൊരു സോഷ്യൽ കോഴ്സാണ്, വലിയൊരു സോഷ്യൽ ഇഷ്യൂ ആണ്. അപ്പോൾ നമ്മളുടെ 2 ചർച്ച വന്നു, ബോബി സാർ ക്ഷണിച്ചാൽ ഇടപ്പുഴയിൽ. അപ്പൊ അത് കഴിഞ്ഞ് രാത്രി ഇവിടെ ഏകദേശം ഒരുപക്ഷെ നമ്മൾ പറയുന്ന ആൽക്കഹോളിനേക്കാളും ടൊബാക്കോയെക്കാളും മനുഷ്യ ശരീരത്തിന് ആവശ്യമില്ലാത്തതും ഡേഞ്ചറസ് ആയ ഒരു സബ്സ്റ്റൻസ് ആണ് മധുരവും ഉപ്പും. അത് അധികമായി കഴിക്കും. പക്ഷെ ഇത് നമ്മൾ എവിടെയോ വെച്ച് നമ്മുടെ ഇതിന് അഡിക്റ്റായി പോകുന്നത്. അതുകൊണ്ടാണ് പെട്ടെന്ന് നമുക്കൊരു സന്തോഷം തരുന്നത്. അധികം ഷുഗർ കഴിക്കുക, കൂടുതൽ സാൾട്ടിയായ ഭക്ഷണം കഴിക്കുക, ഓയിലി ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുക. അതുകൊണ്ട് പെട്ടെന്ന് അതിൽ നിന്ന് മാറാൻ എളുപ്പമാണ്. പക്ഷെ നമ്മൾ കഴിക്കുന്ന ക്വാണ്ടിറ്റി നമ്മുടെ ശരീരത്തിന് ആവശ്യമായതിന് 8-10 ഇരട്ടിയാണ് ഷുഗറും സാൾട്ടും ഓയിലും നമ്മൾ കൺസ്യൂം ചെയ്യും. അതിലേക്ക് വരുമ്പോൾ അത് പെട്ടെന്ന് ഒരാളോട് നിർത്തുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല. അതുകൊണ്ട് കുറച്ച് കൊണ്ടുവരാനാണ്, ഗ്രാജുവലി കുറച്ച് കൊണ്ടുവരാൻ ഉപേക്ഷിക്കാൻ പറ്റുകയാണെങ്കിൽ അത് ഏറ്റവും നല്ലത്. കാരണം പഞ്ചസാര എന്ന് പറയുന്നത് ഒരു ഹോളോ സബ്സ്റ്റൻസ് ആണ്. നമ്മുടെ ശരീരത്തിന് പ്രത്യേകിച്ചൊന്നും തരാതെ അനാവശ്യമായിട്ട് കൂടുതൽ കലോറി തരും. ആ കലോറി കത്തിച്ച് കളയുന്നതായിട്ട് നമ്മൾ ഉള്ള പ്രവൃത്തി ചെയ്തില്ലെങ്കിൽ അത് നമ്മൾ തീർച്ചയായിട്ടും ആർട്ടറീസിൽ ബ്ലോക്ക് ചെയ്യുകയും അത് ഹാർട്ട് അറ്റാക്കും പല രോഗങ്ങളിലേക്കും, ഡയബറ്റിക്സ് തുടങ്ങിയ രോഗങ്ങളിലാവാനും ഈ രോഗങ്ങൾ ഗുരുതരമായ രോഗങ്ങളിലേക്ക് എത്തിച്ചേരാനും സാധിക്കും. ഒരുപാട് കളക്ടർമാരൊക്കെ കണ്ടിട്ടുണ്ട്, പല പ്രവർത്തനങ്ങളുടെയൊക്കെ ഭാഗമായിട്ടുണ്ട് ഒരുപാട് വർഷമായിട്ട്. പക്ഷേ ഇത് വ്യത്യസ്തമായ വളരെ എന്നെ ഫസ്റ്റ് ടൈമാണ് ഇതുപോലൊരു സംഭവം ഓർഗനൈസ് ചെയ്യുന്നത്. മറ്റു വികസനങ്ങൾക്കൊപ്പം തന്നെ മനുഷ്യന്റെ ഈ സമൂഹത്തിന്റെ ആരോഗ്യം ആരെ ചിന്തിക്കണം? നമ്മൾ സ്വന്തം വീട്ടുകാർ തന്നെ ചിന്തിക്കുന്നു. അപ്പോൾ ബഹുമാനപ്പെട്ട കളക്ടർ മിസ്റ്റർ വിനോദ് പറയാ, നിങ്ങളുടെ ആരോഗ്യം അത് സ്നേഹമാണ്, മനുഷ്യത്വമാണ്, മനുഷ്യനാണ്, മനുഷ്യ സ്നേഹിയാണ്. അതുകൊണ്ട് മാത്രമേ അങ്ങനെ ചിന്തിക്കാൻ സാധിക്കൂ. ഞാൻ അത് കേട്ടപ്പോൾ എന്തായാലും വന്നേ മതിയാവും. ശരിക്കും എനിക്ക് വരാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ അല്ല. ഞാൻ ഇന്നലെ ആലപ്പുഴ ഈ നെഹ്റു ട്രോഫി വള്ളംകളിയിൽ പങ്കെടുത്ത് ക്യാപ്റ്റനായിട്ട്. അപ്പോൾ അതിനൊപ്പം ഇന്നലെ വെള്ളത്തിലായിരുന്നു, ഇന്ന് കരയിലാണ്. അടുത്ത സിലബസ് പരീക്ഷയ്ക്കൊക്കെ ഒരു ചോദ്യം വരും, കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന ജീവി എന്ന് പറയുമ്പോൾ ഞാൻ 2 ട്രെയിനിൽ കയറി. രാത്രിയൊക്കെ ആകുമ്പോൾ അധികം വണ്ടിയിൽ യാത്ര ചെയ്യാറില്ല. 10 മണി കഴിഞ്ഞാൽ ട്രെയിൻ യാത്രയാണ്. ട്രെയിനിൽ കയറി കിടക്കാൻ നോക്കിയപ്പോൾ 1 മണി 1:30 ട്രെയിനിൽ കയറി, 4 മണി 4:30 ഇവിടെ എത്തി. അവിടെ നിങ്ങൾ ആരാണ്? ഞാൻ പറഞ്ഞു, ഐ ആം ബോച്ചെ. എൻ്റെ പേര് ബോച്ചെ.